ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുതുവാന ഭൂമിയിൽ ഉള്ള ആ വാസം എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു വരുന്നല്ലോ. ഇവിടെ നാം വീണ്ടും ചിന്തിക്കുമ്പോൾ പുതുവാന ഭൂമിയിൽ മനുഷ്യന്റെ ആ അവസ്ഥ എങ്ങനെയായിരിക്കും? അതേ മനോഹരമായ പുതിയ യെരൂശലേമിൽ ആത്മ മണവാളനായ ക്രിസ്തുവും സഭയാം കാന്തയും വസിക്കുമ്പോൾ യെരൂശലേമിന് പുറത്തുള്ള വിസ്തൃതമായ ഭൂമിയുടെ ഭാഗങ്ങളില് മഹാപീഡനം മുതൽ സഹസ്രാബ്ദത്തിലൂടെ കടന്നുവന്ന ജാതികൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സന്തതിയെക്കുറിച്ചുള്ള ദൈവ വാഗ്ദാനം അവിടെ അത് പൂർണ്ണമായി സാധിക്കണമെങ്കിൽ അവരെ പുതിയ ഭൂമിയിലേക്ക് മാറ്റി പാർപ്പിച്ചേ മതിയാകത്തുള്ളൂ. യെശയ്യാ പ്രവചനം 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപാകെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുമല്ലോ. ഏദേനില് ദൈവം ആദമിനെ ആക്കി അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അങ്ങനെ ജീവവൃക്ഷത്തിന്റെ ഫലവും ദൈവം അവർക്ക് നൽകി. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ ആ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് അവര് എന്നേക്കും പാപത്തിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാണ് ദൈവം അവരെ അവിടെ നിന്ന് പുറത്താക്കിയത്. ആ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ ദൈവം അവരെ അപ്പോൾ അനുവദിച്ചില്ല. എന്നാൽ വീണ്ടും ഈ ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിന്റെ ഇല ജാതികൾക്ക് രോഗസൗഖ്യത്തിന് കാരണമാകും എന്ന് പറയുമ്പോൾ അവിടെ രോഗമുണ്ടായിരിക്കുമെന്നുള്ളതല്ല, ഏതേനിലെ പോലെ ആ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ അവർക്ക് ജീവിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ജാതികൾക്ക് പോലും, അഥവാ പുതിയ യെരൂശലേമിന്റെ പുറത്ത് ആ അവസ്ഥയായിരിക്കും. വീണ്ടും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെയുള്ള ആ ജല നദിയുടെ ഉത്ഭവ സ്ഥാനമാണ്. അത് സിംഹാസനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണല്ലോ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ കാണുന്നത്. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജലനദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇവിടെ പുതിയ യെരൂശലേമിൽ ഒരു പ്രത്യേകമാകുന്ന ആലയം ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആരാധ്യ പുരുഷനായ ആ കർത്താവ് തന്നെ അവിടെ സിംഹാസനത്തിൽ വസിക്കുമ്പോൾ അവിടെ മറ്റൊരു ആലയത്തിന്റെ ആവശ്യമുണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്രകാരം രാപ്പകൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അതേ കർത്താവിനോട് ചേർന്ന് പുതിയ യെരൂശലേമില് ആരാധിക്കുന്ന ആ ആരാധനയുടെ മാഹാത്മ്യം എത്ര വലുതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് യഥാർത്ഥമായിട്ട് മനസ്സാന്തരപ്പെട്ട് ദൈവവുമായിട്ട് കൂട്ടായ്മ അനുഭവിച്ച് അവന്റെ മക്കളായി തീർന്നവർക്കുള്ളതായ അവകാശമാണ്, പദവിയാണ് എന്ന് ഈ ദിവസങ്ങളിലെല്ലാം നാം ദൈവവചനം ചിന്തിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ആ ജീവജല നദിയുടെ ആ പളുങ്കുപോലെ എത്രയും ശ്രേഷ്ഠമായ ആ ജീവജല നദി, നമുക്കറിയാം ഭൂമിയിലെ ആ നദികളെല്ലാം വളരെ മാലിന്യം നിറഞ്ഞതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് ജോയി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ ഏറ്റവും മലിനമായ ഓടയിൽ വീണ് മരണപ്പെട്ടത് വളരെ ദയനീയമായ ആ കാഴ്ച നമുക്ക് കാണുവാനിടയായി തീർന്നല്ലോ. അങ്ങനെ ഇന്ന് ഭൂമിയിൽ മലിനമായ നദികളും അതേപോലെ രോഗാണുക്കളും കൊണ്ട് നിറഞ്ഞു പെരുകിക്കിടക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയും ജീവവൃക്ഷവും അതിൽ നിന്ന് ഭക്ഷിച്ചും കുടിച്ചും ദൈവമക്കൾ അരിമനാഥനോടുകൂടി വാഴുന്ന ആ വാഴ്ച എത്രയോ അനുഗ്രഹകരമാണ്, ശ്രേഷ്ഠകരമാണ്. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക്
പരിപൂർണമായി ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തി